നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കോളിഫ്ലവർ മസാല ഗ്രേവിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. കുറച്ച് ഗ്രേവി ഉണ്ടായിരിക്കും, എന്നാൽ ഒരുപാട് ലൂസ് ആയിട്ടും അല്ല. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഈ കോളിഫ്ലവർ മസാല ഗ്രേവിക്ക്. ചപ്പാത്തി, ഇടിയപ്പം, പത്തിരി ഇവിടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. റൈസിന്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ കോളിഫ്ലവർ മസാല ഗ്രേവി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് 600 ഗ്രാമോളം വരുന്നൊരു കോളിഫ്ലവർ ആണ്. ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കറി റെഡിയാക്കി എടുക്കുന്നത്. ഈ കോളിഫ്ലവറിന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ആദ്യം നമുക്ക് തണ്ട് മുറിച്ച് കളയാം. ഇതിൻ്റെ ലീവ്സൊക്കെ ഞാൻ എടുത്ത് കളയാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലീവ്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുകയാണേ. നമുക്ക് ഇതേപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു ഗ്രേവി അല്ലേ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ കുറച്ച് ചെറിയ പീസുകളാക്കി ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതിൽ ഞാൻ കോളിഫ്ലവർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ മുഴുവൻ കോളിഫ്ലവർ നമുക്ക് മുറിച്ചെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗ്രേവി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും വെജിറ്റേറിയൻസിനൊക്കെ ഐറ്റംസൊക്കെ കുറവായിരിക്കുമല്ലോ അവർക്കുള്ളത്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഗസ്റ്റിൻ്റെ കൂട്ടത്തിലൊരു വെജിറ്റേറിയൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നോൺ വെജ് ഐറ്റം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു കോളിഫ്ലവർ ഗ്രേവി ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഈ കോളിഫ്ലവറിനെ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇട്ട് വെക്കണം. കാരണം ഈ കോളിഫ്ലവറിൽ നിറയെ വേംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ആ വേംസൊക്കെ നശിച്ചുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഞാൻ മുഴുവൻ കോളിഫ്ലവറും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് 15 മിനിറ്റ് വെക്കാം നമുക്ക് ഈ കോളിഫ്ലവറിന്. വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണേ. ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലോട്ട് വേണം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കോളിഫ്ലവർ ചേർക്കാൻ. ഇനി ഈ കോളിഫ്ലവർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇതിൽ വേംസ് ഒക്കെ ഉണ്ടെങ്കിൽ നശിച്ചോളൂ ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് കോളിഫ്ലവർ ഗ്രേവി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പ്രഷർ കുക്കർ തന്നെ വേണം. നമ്മൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂണ് അത്ര മതി. ഇനി ഇതിലോട്ട് ഞാൻ ഹോൾ സ്പൈസസ് ചേർക്കുകയാണ്. ഇവിടെ ഞാൻ 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 4 ഏലക്ക എടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് നീളമുള്ള പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10ഓളം ചെറിയ ഉള്ളിയാണ്. അത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയൊരു തക്കാളി തന്നെയാണിത്. ഇതെല്ലാം കൂടെ ഞാൻ പാനിലോട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വയ്ക്കാം. ഒരു വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെ പ്രഷർ പോകട്ടെ. അതിനുശേഷം കുക്കർ തുറക്കാം. നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കാം. അല്ലോ, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി കഴിയും. അല്ലെങ്കിൽ ഇത് വഴറ്റി നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കണ്ടേ. പ്രഷർ കുക്കർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യം കൂടിയുണ്ട്. ഒരുപാട് സമയം വഴറ്റി നിൽക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം. നമ്മുടെ കോളിഫ്ലവറാണിത്. 10-15 മിനിറ്റ് ആയിട്ടോ. ഇനി ഞാനിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റിയാണേ. ഇനി ഞാൻ ഈ കോളിഫ്ലവറിനെ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയാണേ. ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്.
ഇനി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ, എരിവ് കുറവ് വേണ്ടവർക്ക്. ഇനി മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ കുക്കറിലോട്ട് ചേർക്കണേ. ഇനി നമുക്ക് കോളിഫ്ലവറിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ഇതിലോട്ട് മല്ലിയിലയും പുതിനയിലയും ചേർക്കണേ. രണ്ടും കൂടെ ഒരു പിടി ഉണ്ടാവും, ചോപ്പ് ചെയ്തിട്ട് ചേർക്കണേ. അതുപോലെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നത്. ഇനി മസാല പോലെയൊക്കെ ആണെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ. നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നമ്മുടെ കുക്കറിൽ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ തുറക്കുകയാണേ. കോളിഫ്ലവറൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, സൈസൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ ടച്ച് കൊടുക്കാം. ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഗരം മസാല പൗഡറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതിന് പകരമായിട്ട് ചേർത്തിട്ടുള്ളത് ഹോൾ സ്പൈസസ് ആണ്. ഈ ഹോൾ സ്പൈസസ് ചേർത്തിട്ടില്ലെങ്കിൽ ഗരം മസാല പൗഡർ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കണേ. ഒരു ഗ്രേവിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണം ഇതിലോട്ട്. ഇത്ര മതി. ഗ്രേവിയും കോളിഫ്ലവറും ഒരേ ലെവലിൽ നിൽക്കുന്നത്, ആ ഒരു ഗ്രേവി വേണ്ടേ. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് കുരുമുളക് ചേർക്കാം, വളരെ കുറച്ച് മതി. ഞാൻ നേരത്തെ ചേർത്തിട്ടില്ല, എരിവ് അധികമാവും, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇതിലോട്ട് കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ എരിവ് അധികമായുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ അത്രയൊക്കെ മതി. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണേ. നമ്മൾ ഒഴിച്ച് തേങ്ങാപ്പാൽ തിളക്കരുതേ, അതൊന്ന് ചെറുതായിട്ടൊരു ആവി വരണം, അത്രയും വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് ആവി വരുന്നുണ്ട്. തിളക്കാൻ സമ്മതിക്കരുത്, തിളച്ചാൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോഴിനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി, ഇതുപോലെ അടച്ചു വെച്ചാൽ മതി. അതല്ലാതെ ഫുള്ള് സാധാരണ നമ്മൾ കുക്കർ അടച്ചു വെക്കുന്ന പോലെ ഇതുപോലെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ഈ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ കറിയിലോട്ട് പിടിക്കട്ടെ. നമുക്കൊരു 15 മിനിറ്റിന് ശേഷം കറി തുറക്കാം. ഇനി നമ്മുടെ കറി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. കുക്കർ തുറക്കാം. അത്യാവശ്യം നല്ല കുറച്ച് തിക്കൊക്കെ ആയിട്ടുള്ള ഒരു മസാലയൊക്കെ പോലെയുള്ള ഒരു ഗ്രേവിനെ ആയിട്ടുണ്ട്. ചപ്പാത്തിയിലോട്ടൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്ന കറീനേക്കാളും ഇങ്ങനത്തെ കറിയല്ലേ എല്ലാവർക്കും ഇഷ്ടമാവുക. ഞാൻ ഇതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണേ. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. വേണമെങ്കിൽ ഇതിനെ നമുക്ക് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. റൈസിൻ്റെ കൂടെ നന്നായിരിക്കും. ഇത് ഞാൻ അധികം സവാളയൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി അങ്ങനെയൊക്കെ ആയിട്ട് ചേർത്തിട്ടുള്ളേ. നമ്മുടെ നല്ല തിക്കായിട്ടുള്ള കോളിഫ്ലവർ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഗ്രേവിയാണ് ഇത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.